സുഹൃത്തുക്കളെ നമസ്കാരം. അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന വില്ലയാണ്. ഏകദേശം 10-12ഓളം വില്ല പ്രോപ്പർട്ടി വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ല, കാക്കനാടിനോട് തൊട്ടടുത്ത് ഇൻഫോ പാർക്കിനോട് തൊട്ടടുത്തായിട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അന്ന് സിഗ്നലൊന്നും കൂടാതെ എത്തിപ്പെടാവുന്ന ഒരു ദൂരത്തായിട്ട് മനോഹരമായിട്ടൊരു പ്രോപ്പർട്ടി, അതും ഉണ്ടോ എന്ന് ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്. ഇൻഫോ പാർക്കിന്റെ അടുത്ത് വില്ലകളുണ്ടോ? അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിദ്യോദയ സ്കൂളിനോട് തൊട്ടടുത്താണ്. ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം 10-12ഓളം വില്ലകൾ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, മനോഹരമായ പ്രോപ്പർട്ടി, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോമ്പൗണ്ട് വാളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 ഗേറ്റ് വരുന്നുണ്ട്, ഒന്ന് ചെറിയ ഗേറ്റും ഒന്ന് മെയിൻ ആയിട്ടുള്ള എൻട്രൻസും. അപ്പൊ ഇതിന്റെ വർക്ക് നടക്കുകയാണ്, ഇവിടേക്കുള്ള വഴിയുടെ വർക്ക് നടക്കുകയാണ്. ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് ഈ ഒരു വില്ല പ്രൊജക്റ്റിലേക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പിള്ളേരൊക്കെ ഇവിടെ താമസിക്കുന്ന പിള്ളേരാണ്. ഇവരൊക്കെ വിദ്യോദയ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അതുപോലെ തന്നെ എല്ലാ സ്കൂളിൽ നിന്നുള്ള ബസ്സും ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തുമെന്നുള്ളതാണ്. വിദ്യോദയ, അതുപോലെ തന്നെ നമുക്ക് ന്യൂആർട്സ് ലോ കോളേജ്, അതൊക്കെ തൊട്ടടുത്തായിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലല്ല, ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടാണ് കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കിയേ, മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഈ ഭാഗത്തും നല്ല അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കടന്നു പോകാനും ഏകദേശം ഒരു 1.5 മീറ്ററോളം വഴി കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന കിണറാണ്, അത് ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. 2 വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 വാഹനങ്ങൾ, 2 XUV വാഹനം തന്നെ പാർക്ക് ചെയ്യാം. അതുപോലെ സൗകര്യം, നല്ല ഇഷ്ടം പോലെ വെള്ളം ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. നല്ല ശുദ്ധമായ വെള്ളം. അതുപോലെ വാൾ ലൈറ്റുകൾ, ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ സീലിംഗ് വർക്കിൽ ഈ ഒരു കാർ പോർച്ചിൽ, കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ, അതുപോലെ തന്നെ ഈ വീടുകൾക്ക് ചെറിയ ലൈറ്റ്, വാം ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ്സ് നടാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ ഇവിടെ ആയിട്ട് വേണ്ട സ്റ്റോൺ, ഗ്ലാഡിങ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലല്ല, ഇവിടെ കയറി വരുമ്പോൾ തന്നെ 2 സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും ഈ തൂണിലും നമുക്ക് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 സെന്റ് സ്ഥലത്ത് 2500ഓളം സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. അപ്പൊ നേരെ കയറി വരുമ്പോൾ തന്നെ വേണ്ട 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല കോർണർ സെറ്റി ഒക്കെ ഇടാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ 4 പാളികളുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് പാനൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് മെയിൻ ആയിട്ടുള്ള TV യൂണിറ്റ്, മൈക്ക ലാമിനേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് പാൻസുകളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഭാഗത്തേക്ക് ഇവിടെ DABയുടെ സ്ഥാനം വരുന്നത് 3 ഫേസിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വീഗാർഡിന്റെ വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്വിച്ചസിലേക്ക് വരികയാണെങ്കിലല്ല GMന്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു ആർച്ച് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പാനൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ അതുപോലെ പ്ലാന്റ്സ്, ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ ചെയ്ത ഇതിന്റെ അകത്ത് ഇന്റീരിയർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വേണ്ട ഡബിൾ ഹൈറ്റിലാണ്, കയറി വരുമ്പോൾ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ പറഗോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മേളിൽ. അതിൽ ടഫ്ലൻഡ് ഗ്ലാസ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ല, ഇവിടേക്ക് വരുമ്പോൾ നേരെ കടന്നു വരുന്നത് ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും 7-8 പേർക്ക് ഇരിക്കാനും എല്ലാ സൗകര്യത്തിലും. താഴെ 2 ബെഡ്റൂം ഉണ്ട്. അതുപോലെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് പ്രീമിയം ഹൈ ക്വാളിറ്റിയിലുള്ള ടൈലുകൾ. അത് 6x4 സൈസോളം വരുന്ന ടൈലുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിങ്ങോട് കൂടിയിട്ടുള്ള ടൈലുകൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം, അത്യാവശ്യം നല്ല സൗകര്യം തന്നെ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 4 പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മരങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഗണി, ആഞ്ഞിലി മുതലായ തടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. തേക്ക്, ചില ഭാഗങ്ങളിൽ തേക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ, പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഇവിടെയായിട്ട് വാഷ് ബേസിൻ കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത്. അത് ജാഗ്വറിന്റെതാണ്. ലെക്സസിന്റെ ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ട മുകൾ ഭാഗത്ത് നോക്കി വാൾ പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ മിറർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ട പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പല നല്ല മോഡേൺ കൺസെപ്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പൊ നേരെ ഈ ഭാഗത്തേക്ക് ഒരു മോഡൽ ഇവിടെയായിട്ടാണ് മോഡേൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ എന്ന് പറയുന്നത് ലേഡീസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നല്ല രീതിയിൽ തന്നെ വിശാലത വേണം എന്നുള്ളതാണ്. അപ്പൊ എന്നാലും അത്യാവശ്യം വിശാലത നമുക്ക് കിച്ചണിൽ ഒരുക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ അപ്പർ ക്യാബിനറ്റ്സും പറകോള പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ LED ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു L ഷേപ്പ് കിച്ചൺ സ്ലാബിൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഒരുക്കിയിട്ടത്. അത് ഏകദേശം 40 mm തിക്നെസ്സോളം വരുന്ന ഒരു ഗ്രാനൈറ്റ്സ് തന്നെയാണ്. വൈറ്റ്, നാനോ വൈറ്റ് ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഹോബിന്റെ സ്ഥാനം വരുന്നത് 2 പാളികളുള്ള വിൻഡോ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടൈലിലേക്ക് വരാനാണ് കൊടുത്തിരിക്കുന്ന ഒരു വുഡൻ ഷെയ്ഡിങ്ങോട് കൂടിയിട്ടുള്ള ടൈലുകൾ ഫ്ലോറിൽ തന്നെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വർക്ക് ഏരിയ സ്പേസും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാബിനറ്റ്സ്, അതുപോലെ താഴെ ഫ്ലോർ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തുനിന്നും 2 ഭാഗത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് പുറത്തുനിന്ന് ഭയങ്കര കൺജസ്റ്റഡ് അല്ല, 5 സെന്റ് സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ താഴെ 2 ബെഡ്റൂമും നല്ല വിശാലമായിട്ടുള്ള, എല്ലാ ബെഡ്റൂമും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഇത് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു 10-12ഓളം സൈസ് വരുന്ന ബെഡ്റൂമാണ്. നല്ല ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പൊ അതിലും നമുക്ക് ഇവിടെയൊക്കെ സ്പേസ്, കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ വാം ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്താ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഇവിടെയും നമുക്ക് സെയിം ടൈലുകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ബാത്റൂം അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. അതുപോലെ ഫ്ലോറിംഗ് വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നോക്കി ലെക്സസിന്റെ ടാപ്പ്, അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലിൽ തന്നെ ചെയ്തിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. 2ാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. 2ാമത്തെ ബെഡ്റൂം അതിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ്, എങ്കിലും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെയാണ് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഇതിലും അവൈലബിൾ ആണ്. അതുപോലെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെയാണ് ബാത്റൂം സ്ഥാനം.
പാർട്ടീഷൻ ചെയ്തേക്കണ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ്, സെറ ബ്രാൻഡിന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ കൗണ്ടർ. ഇനി അറിയേണ്ടത് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. സ്റ്റെയർ കേസ് കയറി നമുക്ക് മേളിലേക്ക് പോവാം. അപ്പൊ കാണല്ലേ, വാ. സ്റ്റെയർ കേസ് കയറുമ്പോ ഹാൻഡ് റെയിൽ വർക്ക് ഇത് തേക്കാണ്. അതുപോലെ തന്നെ ടഫ്ലന്റ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 4 പറകോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി അറിയോ? അപ്പൊ 4 പറകോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ടഫ്ലന്റ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡിൽ കൂടെ നല്ല നാച്ചുറൽ വെളിച്ചം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് വെളിച്ചം ലൈറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നല്ല വെളിച്ചവും അതുപോലെ തന്നെ നല്ല കാറ്റും നമുക്ക് കിട്ടും. അപ്പൊ മുകളിൽ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. അതിന് മുമ്പായിട്ട് താഴെ ഈ താഴത്തെ ആ ഒരു ടൈല് തന്നെയാണ് മുകളിലും അപ്പർ ലിവിംഗ് സ്പേസിലും ചെയ്തിട്ടുള്ളത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നോക്കി ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോ ആ താഴെ നിന്ന് നോക്കുമ്പോൾ ഡബിൾ ഹൈറ്റ് ഉണ്ടല്ലോ, അത് ഈ ഭാഗത്താണ്. ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടി നമുക്ക് ഒരു സൺലൈറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ഇത് അപ്പർ ലിവിംഗ് സ്പേസ് നല്ല അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ്. അതുപോലെ സീലിംഗ് വർക്കൊക്കെ നോക്കിയിട്ടുണ്ട്, പാനൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ തന്നെ ഈ ഇവിടെ നോക്കി, ഇത് പാനലാണ്, മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ടെസ്റ്റർ വർക്കാണ്. ആ ഒരു യെല്ലോ കളറുള്ള ടെസ്റ്റർ വർക്ക് അവിടെയും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ്, ലിവിംഗ് സ്പേസ്, ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. TV അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് വർക്ക് ചെയ്ത് നിൽക്കാതെ തന്നെ നമുക്ക് അകത്തേക്ക് തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതാ ഇവിടെയും TV സ്ഥാനം വരുന്നുണ്ട്. അതുപോലെ ഈ ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബാൽക്കണിയാണ് കേട്ടോ, ചെറിയ ബാൽക്കണിയാണ്. അതുപോലെ ഇവിടെ ടെക്സ്ചർ വർക്കുകൾ, ഇവിടെ നിന്നാൽ നല്ല കാറ്റും നല്ല വെളിച്ചവും നമുക്ക് അവൈലബിൾ ആണ്. വേറെ എന്ത് വേണം നമുക്ക്, അല്ലേ? അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോ ഇവിടെ നമുക്ക് 2 ബെഡ്റൂം, എന്റെ ഇടതും വലതുമായിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. അതുപോലെ ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാണ്ടല്ല നമുക്ക് നാച്ചുറൽ വെളിച്ചം ഡയറക്റ്റ് തന്നെ നമുക്ക് കിട്ടും, സൺലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വന്ന് വൈകിട്ട് നേരങ്ങളിലൊക്കെ ഇത് തുറന്നിട്ട് ഇരുന്നാലും നല്ല വെളിച്ചവും കാറ്റൊക്കെ കിട്ടും. പറകോളകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾറോബ് ചെയ്തിട്ടുണ്ട്, സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല അത്യാവശ്യം വിശാലമായിട്ടുള്ള ഏകദേശം ഇതൊരു 10x10 സൈസോളം വരുന്ന ബെഡ്റൂമാണ് കേട്ടോ. അതുപോലെ ഇതും അറ്റാച്ച്ഡ് ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടോ കൺസീൽഡ് ഫിറ്റിംഗ്സ്. അതിന്റെ മറ്റുള്ള ബാത്റൂമിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസം ഇതിൽ അവൈലബിൾ ആണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ. അപ്പൊ നമുക്ക് 4ാമത്തെ ബെഡ്റൂം, ഈ ഭാഗത്ത് 4ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇതും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇത് 10-12ഓളം സൈസിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. അപ്പൊ താഴെ 2 ബെഡ്റൂമും വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ്. വാൾറൂം കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് കാണേണ്ടത് ഇതിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഭാഗത്താണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആക്കാം, അല്ലെങ്കിൽ സ്റ്റഡി റൂം ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ, വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് നേരെ അലക്കി വിരിച്ചിടാം. മേളിൽ ഓപ്പൺ ടെറസാണ്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീടിന്റെ ഓണർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. താഴെ ഫ്ലോറിൽ ടൈലുകൾ മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ വിലഭാഗത്തേക്കാണ്. വിലഭാഗത്തേക്ക് കടക്കുമ്പോഴല്ല, അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒത്തിരി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള വീഡിയോ കൂടിയാണ്. ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 5 സെന്റ് സ്ഥലം, 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ്, അത് കാർ പോർച്ചും വർക്ക് ഏരിയയും കൂടിയാണ്. അപ്പൊ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം എല്ലാം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്.
അത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം അല്ലെ, വീണ്ടും കാണാം.